ഹായ് ഹലോ നമസ്കാരം. ജോർജ് കുട്ടിയാണ്, വാഷിംഗ് മെഷീൻ ടെക്നീഷ്യനാണ്. നമുക്കിന്ന് കുറച്ച് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഇത് വന്നിട്ട് IFBയുടെ കുറച്ച് പഴയ മോഡൽ ഒരു വാഷിംഗ് മെഷീനാണ്. ഇതിന് വന്നിട്ട് മെക്കാനിക്കൽ ടൈമറാണ് കൊടുത്തേക്കണത്. 5.5 കിലോ ഉള്ള വാഷിംഗ് മെഷീനാണ്. എലീന DH എന്നാണ് മോഡലിൻ്റെ പേര്. കംപ്ലൈൻറ്റ് വന്നിട്ട് വാട്ടർ ലീക്ക് ആയിരുന്നു. ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. അടുത്തത് ഇത് വന്നിട്ട് ഒരു ഇൻഡെക്സ് കമ്പനിയുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ട് വാട്ടർ ലീക്ക് തന്നെയായിരുന്നു. പക്ഷേ അത് പുറത്തേക്കല്ല പോകുന്നത്, ഔട്ട്ലെറ്റ് ഓസി കൂടെ തന്നെയായിരുന്നു ലീക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് മൂക്കുന്നൂരായിരുന്നു കേട്ടോ കംപ്ലൈൻറ്റ്. ഇത് വന്നിട്ട് വേൾപൂളിൻ്റെ 6th സെൻസ് എന്ന് പറഞ്ഞ ഒരു മോഡൽ വാഷിംഗ് മെഷീനാണ്. 7 kg മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ വാഷിങ്ങിൻ്റെ സമയത്ത് വൺ സൈഡാണ് മോട്ടർ കറങ്ങുള്ളൂ, സ്പിന്നാണെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. ഇതായിരുന്നു കംപ്ലൈൻറ്റ്. റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ബോഷിൻ്റെ ടോപ്പ് ലോഡ് 7 kg മെഷീനായിരുന്നു. ഇത് ഞാൻ വന്ന് കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞു, ഞാൻ ചെക്ക് ചെയ്തു, കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല. കസ്റ്റമർ പറഞ്ഞത് വെച്ചിട്ട് ടാങ്കിൽ വെള്ളമില്ലാതെ ഓൺ ചെയ്തതായിരുന്നു കംപ്ലൈൻറ്റ്. ഇത് ഓക്കെ ആട്ടോ, കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു വേൾപൂളിൻ്റെ ടോപ്പ് ലോഡ് 6 kg 123 മോഡൽ മെഷീനായിരുന്നു. ഇതിൻ്റെ PCB കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതിൻ്റെ PCB വന്നിട്ട് റിപ്പയറബിൾ അല്ല. അതുകൊണ്ട് നമ്മളൊരു ടോപ്പ് ലോഡിന് പറ്റിയ യൂണിവേഴ്സൽ PCB വെച്ച് കൊടുത്തിട്ടുണ്ട്. മെഷീൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 5 മണി ആയിട്ടുണ്ട്. ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞു. വാഷിംഗ് മെഷീൻ, മൈക്രോ ഓവൻ എന്ത് കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ അങ്കമാലിയിൽ നിന്ന് 15 കിലോമീറ്റർ ചുറ്റളവിലാണ് എൻ്റെ സർവീസ് ഉണ്ടാവുക. ആരെങ്കിലും എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.